ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രസ്ഥാനത്തോട്, ഒരു പാർട്ടിയോട് ഫണ്ട് എവിടെ കോൺഗ്രസ്, വീട് എവിടെ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ്, പ്രത്യേകിച്ച് സർക്കാർ ചെയ്ത കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, പറയാനില്ലാത്തത് കൊണ്ട്, ഒരു കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് കോൺഗ്രസിനോട് വീട് എവിടെ, ഫണ്ട് എവിടെ എന്നൊക്കെ ചോദിച്ചു വലിയ ആർജവത്തോടെയുള്ള പ്രചരണമൊക്കെ നമ്മൾ കണ്ടു. സാക്ഷാൽ പിണറായി വിജയൻ വരെ ഇറങ്ങി വന്നിട്ട് ഫണ്ട് എവിടെ കോൺഗ്രസ്, വീട് എവിടെ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞു. നല്ല രസമായിരുന്നല്ലോ. ഒരു പാർട്ടി, ഒരു പ്രസ്ഥാനം, ഒരു വയനാട് പോലുള്ളൊരു സ്ഥലത്ത് ഒരു വലിയ ദുരന്തം നടന്നപ്പോൾ അതിൽ പാവപ്പെട്ട ഉറ്റവരെയും സ്വന്തം കുടുംബമൊക്കെ നഷ്ടപ്പെട്ട അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഫണ്ട് കളക്ട് ചെയ്യുന്നു, അവിടെ വീട് വെക്കാൻ സ്ഥലം വാങ്ങുന്നു. ആ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. ആ സ്ഥലം, വീട് വെക്കാൻ വാങ്ങി വെച്ച സ്ഥലത്തിൽ കൊണ്ടുപോയി കുടിൽ കെട്ടി പ്രതിഷേധിക്കാൻ കാണിച്ച ഉളുപ്പില്ലാത്ത DYFIയുടെ ഒക്കെ CPM-ൻ്റെ ഒക്കെ ഒരു മനസ്ഥിതി. എന്നിട്ട് ഈ 178 വീടുകളുടെ ഉദ്ഘാടനം ഇവിടെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് വലിയ ആർഭാടമായിട്ട് വയനാട് ടൗൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചിട്ട് അതിലൊരു വീട്ടിൽ ഒരാൾക്ക് കയറി താമസിക്കാൻ ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് കഷ്ടമാണ് CPM, എന്ത് കഷ്ടമാണ്. പോരാത്തതിന് ഇതുവരെ അവർക്ക് കയറി കിടക്കാൻ പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, അവിടെ ഇപ്പോൾ പണി തീരാത്ത ആ വീടുകളിലൊക്കെ ഇപ്പോൾ വിള്ളൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ പിരിച്ച വയനാട്ടിലെ ആളുകളെ, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പാവങ്ങളുടെ കയ്യിൽ നിന്ന് വരെ പിരിച്ച പൈസ തിന്നു, CPM തിന്നു, അല്ലെങ്കിൽ സർക്കാർ തിന്നു എന്നുള്ളതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒറ്റ പ്രസ്ഥാനം കൊണ്ട് മാത്രം കാണാനായിട്ട് സാധിക്കുന്നത്. എന്താ ഊരാളുങ്കൽ സൊസൈറ്റി? ഈ ഊരാളുങ്കൽ സൊസൈറ്റി സർക്കാരിൻ്റെ PR ഏജൻസിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഈ പിണറായി വിജയൻ്റെ 56 ഇഞ്ചിൻ്റെ നെഞ്ചളവുണ്ടായിട്ട് അതിൻ്റെ ഒരു ഇഞ്ചി ജനങ്ങളോട് ഒരു പ്രതിബദ്ധത ഇല്ലാത്ത വൃത്തികെട്ട സർക്കാരാണ് കടന്നു പോയതെന്നുള്ളതിൻ്റെ തെളിവല്ലേ. വലിയ പല സൈസിലുള്ള ഫ്ലക്സുകളും ബോർഡുകളും ഒക്കെ വെച്ച് വലിയ പ്രചരണം നടത്തിയല്ലോ. 3ാമതും ഭരണം കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ ഇരിക്കുന്നുണ്ടല്ലോ ജനങ്ങൾ. ഇതെല്ലാം വിധി എഴുതി കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. പക്ഷേ ജസ്റ്റ് പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഈ വയനാട്, ഇപ്പോൾ ചില അന്ധം കമ്മികളായിട്ടുള്ള ആളുകൾ വയനാട് സന്ദർശിക്കുമ്പോൾ പറഞ്ഞിട്ട് വരുന്ന കാര്യങ്ങൾ, വയനാട് ചെന്ന് ടൗൺഷിപ്പ് കാണാതെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. വയനാട് ടൗൺഷിപ്പ് കാണാതെ എന്താ ആഘോഷം? അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാണാനുണ്ടോ? എന്താ അവിടെ കാണാനുള്ളത്? കഷ്ടം. ജനങ്ങളെ പറ്റിച്ചതും ചതിച്ചതും ആരാണെന്ന് സ്വയം ചിന്തിച്ചു നോക്ക്. ഇനിയെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക്. നാണമില്ലാത്ത CPM. പാലാരിനാഥന്റെ ശമങ്ങല്ലേ, പാർവതിക്ക് പ്രാണനായുള്ള മുത്തേ, എന്നെ കൈവേടിയല്ലേ, സങ്കടങ്ങൾ ചൊല്ലിടാം